ഇനി നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ക്ലബിംഗ് ഓഫ് ഇൻകം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏരിയ ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. നല്ല രീതിയിൽ തന്നെ ശ്രദ്ധിക്കുക, മസ്റ്റായിട്ട് പഠിക്കുക. ഓക്കെ, സോ ക്ലബിംഗ് ഓഫ് ഇൻകം എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് എന്താണെന്നാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ക്ലബിംഗ് ഓഫ് ഇൻകം മീൻസ് ഇൻകം ഓഫ് അതർ പേഴ്സൺ ഇൻക്ലൂഡഡ് ഇൻ അസസീസ് ടോട്ടൽ ഇൻകം. അതായത് അസസിയുടെ ടോട്ടൽ ഇൻകത്തിൽ മറ്റ് പേഴ്സൺസിൻ്റെ ഇൻകം കൂടി ഇൻക്ലൂഡ് ആവുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ക്ലബിംഗ് എന്ന് വിളിക്കുക. ക്ലബ് പറഞ്ഞാൽ എന്താണ്? മറ്റൊന്ന് വേറൊന്നിൻ്റെ കൂടെ ജോയിൻ ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അസസിയുടെ ടോട്ടൽ ഇൻകം, അസസി ആരാന്നൊക്കെ ഇപ്പം നന്നായിട്ട് അറിയാമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അസസിയുടെ ടോട്ടൽ ഇൻകത്തിൻ്റെ കൂടെ മറ്റ് പേഴ്സൺസിൻ്റെ ഇൻകവും കൂടി എന്താവാണ്? ജോയിൻ ആവുക, ക്ലബ് ആവുക. ഓക്കെ, അതിനെയാണ് ക്ലബിംഗ് ഓഫ് ഇൻകം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇൻക്ലൂഡ് ആവുക. അസസിയുടെ ടോട്ടൽ ഇൻകത്തിൻ്റെ കൂടെ മറ്റാളുകളുടെ ഇൻകം കൂടിയിട്ട് ജോയിൻ ആവുക, ഇൻക്ലൂഡഡ് ആവുക. അതിനെയൊക്കെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ക്ലബിംഗ് എന്ന് വിളിക്കുന്നത്. ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, ഇൻകം ഓഫ് ഹസ്ബൻഡ് വിച്ച് ഈസ് ഷോൺ ടു ബി ദ ഇൻകം ഓഫ് ഹിസ് വൈഫ് ഈസ് ക്ലബ്ഡ് ഇൻ ദ ഇൻകം ഓഫ് ഹസ്ബൻഡ് ആൻഡ് ഈസ് ടാക്സബിൾ ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദ ഹസ്ബൻഡ്. അതായത് ഇൻകം ഓഫ് ദ ഹസ്ബൻഡ് വിച്ച് ഈസ് ഷോൺ ടു ബി ദ ഇൻകം ഓഫ് ഹിസ് വൈഫ്, വൈഫിൻ്റെ ഇൻകം ഹസ്ബൻഡിൻ്റെ ഇൻകത്തിൻ്റെ കൂടെ എന്താവാണ്? ജോയിൻ ആവാണ്. ഈസ് ക്ലബ്ഡ് ഇൻ ദ ഇൻകം ഓഫ് ഹസ്ബൻഡ് ആൻഡ് ഈസ് ടാക്സബിൾ ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഹസ്ബൻഡ്. അപ്പോൾ ആ ഒരു ഇൻകത്തിന് ആരാണ് ടാക്സ് പേ ചെയ്യേണ്ടത്? ഹസ്ബൻഡാണ് അവിടെ ടാക്സ് പേ ചെയ്യേണ്ടതായിട്ട് വരിക. വൈഫിൻ്റെ ഇൻകം കൂടി ഹസ്ബൻഡിൻ്റെ ഇൻകത്തിൻ്റെ കൂടെ ആഡ് ആവുകയാണ് ചെയ്യുന്നത്. So under the Income Tax Act, a person has to pay taxes on his income. ഇൻകം ടാക്സ് ആക്ട് എന്താണ് പറയുന്നത്? ഒരു പേഴ്സൺ ആ ആളുടെ ഇൻകത്തിൻ്റെ മുകളിൽ എന്ത് ചെയ്തിരിക്കണം? ടാക്സ് പേ ചെയ്തിരിക്കണം. എ പേഴ്സൺ കനോട്ട് ട്രാൻസ്ഫർ ഹിസ് ഇൻകം ഓർ എൻ അസറ്റ് വിച്ച് ഈസ് ഹിസ് വൺ ഓഫ് സോഴ്സസ് ഓഫ് ഹിസ് ഇൻകം ടു സം അതർ പേഴ്സൺ, ഓർ ഇൻ അതർ വേർഡ്സ് വി ക്യാൻ സേ ദാറ്റ് എ പേഴ്സൺ കനോട്ട് ഡൈവേർട്ട് ഹിസ് ഇൻകം ടു എനി അതർ പേഴ്സൺ ആൻഡ് സേസ് ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് ഹിസ് ഇൻകം. അതായത് ഇൻകം ടാക്സ് ആക്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പേഴ്സൺ ആ ആളുടെ ഇൻകം അല്ലെങ്കിൽ അസറ്റ് വേറൊരാളുടെ ഇൻകത്തിൻ്റെ കൂടെ എന്ത് ചെയ്യാൻ പാടില്ല? ക്ലബ്ബ് ചെയ്യാൻ വേണ്ടി ഈ രീതിയിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. അങ്ങനെ ചെയ്യാൻ പാടില്ല. സോ അങ്ങനെ പറയുന്ന ഒരു ഇൻകം അയാളുടെ ഇൻകം അല്ല. അത് ആദ്യം നല്ല രീതിയിൽ മനസ്സിലാക്കുക. ക്ലിയർ അല്ലേ? So if he do so, the income shown to be earned any other person is included in his assessee's total income and the assessee has to pay tax on it. അങ്ങനെ വരികയാണെങ്കിൽ അസസി അതിൻ്റെ മുകളിൽ എന്ത് ചെയ്തിരിക്കണം? ടാക്സ് പേ ചെയ്തിരിക്കണം. സോ ഇൻക്ലൂഷൻ ഓഫ് അതേഴ്സ് ഇൻകം ഇൻ ദ ഇൻകം ഓഫ് ദ അസസി ഈസ് കോൾഡ് ക്ലബിംഗ് ഓഫ് ഇൻകം ആൻഡ് ദ ഇൻകം വിച്ച് ഈസ് സോ ഇൻക്ലൂഡഡ് ഈസ് കോൾഡ് ഡീംഡ് ഇൻകം. അപ്പോൾ എന്താണ് ക്ലബിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റൊരാളുടെ ഇൻകം അസസിയുടെ ഇൻകത്തിൻ്റെ കൂടെ ചേർക്കുന്നതിനെയാണ് ക്ലബിംഗ് ഓഫ് ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു ഇൻകത്തിനെ ഡീംഡ് ഇൻകം എന്നും വിളിക്കാറുണ്ട്. ഇറ്റ് ഈസ് ആസ് പെർ ദ പ്രൊവിഷൻസ് കണ്ടെയ്ൻഡ് ഇൻ ദ സെക്ഷൻ 62 to 64 ഓഫ് ദ ഇൻകം ടാക്സ് ആക്ട്. ഇൻകം ടാക്സ് ആക്ടിൻ്റെ 60 മുതൽ 64 വരെയുള്ള സെക്ഷനുകളിലാണ് ഇതിനെക്കുറിച്ചിട്ടുള്ള പ്രൊവിഷൻസ് പറഞ്ഞിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ, എ പർച്ചേസ്ഡ് ഹൗസ് പ്രോപ്പർട്ടി ഇൻ ദ നെയിം ഓഫ് ഹിസ് വൈഫ് ബി. എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ ഒരു അസറ്റ് പർച്ചേസ് ചെയ്തു. ഓക്കെ, ഒരു പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്തു. ആരുടെ പേരിൽ? വൈഫിൻ്റെ പേരിൽ. ആൻഡ് എ ലെറ്റ് ഔട്ട് ഹിസ് പ്രോപ്പർട്ടി. എന്നിട്ട് എ എന്ത് ചെയ്തു? ആ ഒരു പ്രോപ്പർട്ടി ലെറ്റ് ഔട്ട് ചെയ്തു, വാടകയ്ക്ക് കൊടുത്തു. ദ റെൻ്റൽ ഇൻകം ഏൺഡ് ബൈ എ ഇൻ ദ നെയിം ഓഫ് ഹിസ് വൈഫ് ബി. എന്നിട്ട് ഇയാൾ ഈ വാടകയ്ക്ക് കൊടുത്തിട്ടുള്ള ഈ ഒരു പ്രോപ്പർട്ടീൻ്റെ മുകളിലുള്ള വരുമാനം ഭാര്യയ്ക്ക് കിട്ടുന്നു എന്നുള്ള രീതിയിലാണ് യൂസ് ചെയ്തത്. റെൻ്റൽ ഇൻകം ഏൺഡ് ബൈ എക്കാണ് ശരിക്കും കിട്ടുന്നത്. പക്ഷേ എന്താണ്, അത് ബിയുടെ പേരിലാണ് വരിക. കാരണം പ്രോപ്പർട്ടി ആരുടെ പേരിലാണ്? ബിയുടെ പേരിലാണ്. അപ്പോൾ ഇങ്ങനെ വരുന്ന കേസിൽ ഇറ്റ് ഈസ് ടാക്സബിൾ ഇൻ ദ ഹാൻഡ്സ് ഓഫ് എ. അങ്ങനെ വരുന്ന കേസിൽ അത് എയുടെ വരുമാനമായിട്ട് തന്നെ ട്രീറ്റ് ചെയ്യപ്പെടുകയും എയിൽ നിന്ന് അതിനുള്ള ടാക്സ് വാങ്ങിക്കുകയും ചെയ്യും. ക്ലിയർ ആണല്ലോ? അപ്പോൾ ശരിക്കും വരുമാനം കിട്ടുന്നുണ്ട്, പക്ഷെ മറ്റൊരാളുടെ പേരിലുള്ള അസറ്റിൻ്റെ മുകളിലാണ് അവിടെ വരുമാനം കിട്ടുന്നത്. ക്ലിയർ? പക്ഷേ ടാക്സ് അതിന് പേ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല, കാരണം മറ്റേ ആളുടെ പേരിലാണ് പ്രോപ്പർട്ടി ഇരിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ ആളുകൾ ചെയ്യാറുണ്ട്.
ഓക്കെ. പക്ഷെ അങ്ങനത്തെ വന്നു കഴിഞ്ഞാലും എന്താണ് ടാക്സബിൾ, വിച്ച് ഈസ് ടാക്സബിൾ ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദ അസസി, അതിന് ടാക്സ് പേ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലബിംഗ് ഓഫ് ഇൻകം ടേക്സ് പ്ലേസ് ഇൻ ഫോളോയിങ് കേസസ്. എപ്പോഴൊക്കെ ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ഈ ക്ലബിംഗ് നമുക്ക് കാണുന്നത് എന്നൊന്ന് നോക്കാം. റെഡി? 1, ട്രാൻസ്ഫർ ഓഫ് ഇൻകം വിത്തൗട്ട് ട്രാൻസ്ഫർ ഓഫ് അസറ്റ്. അസറ്റ് ട്രാൻസ്ഫർ ചെയ്യാതെ ഇൻകം ട്രാൻസ്ഫർ ചെയ്യുന്ന സിറ്റുവേഷൻസ്. ഇഫ് എനി പേഴ്സൺ ട്രാൻസ്ഫർ ഇൻകം വിത്തൗട്ട് ട്രാൻസ്ഫറിങ് ദ ഓണർഷിപ്പ് ഓഫ് ദ അസറ്റ്, അതായത് അസറ്റിൻ്റെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്നില്ല, പക്ഷേ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻകം അവിടെ ട്രാൻസ്ഫർ നടക്കുന്നുണ്ട്. സച്ച് ഇൻകം വിൽ ബി ടാക്സബിൾ ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദ ട്രാൻസ്ഫർ. അങ്ങനത്തെ കേസിൽ ആരാണോ ഇത് ട്രാൻസ്ഫർ ചെയ്യുന്നത് അയാളുടെ പേരിലുള്ള എന്ത് നടക്കുന്നുണ്ട്, ആ ഒരു പെർട്ടിക്കുലർ ടാക്സ് അവിടെ ടാക്സബിൾ ആവുന്നുണ്ട്. ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ എക്സ് ഓസ് 4014% ഡിബഞ്ചേഴ്സ് ഓഫ് എ ലിമിറ്റഡ്. എ ലിമിറ്റഡ് എന്ന കമ്പനിയുടെ 4000 ഡിബഞ്ചേഴ്സ് 14% 4000 ഡിബഞ്ചേഴ്സ് എക്സ് ഓൺ ചെയ്യുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. അങ്ങനത്തെ 100 റുപ്പീസ് 100 ഈച്ച്, 100 രൂപ വിലയുള്ള 4000 14% ഡിബഞ്ചർ എക്സ് ഓൺ ചെയ്യുന്നുണ്ട്. ഹി ട്രാൻസ്ഫേഴ്സ് ഇൻട്രസ്റ്റ് ഇൻകം ടു ഹിസ് ഫ്രണ്ട് വൈ വിത്തൗട്ട് ട്രാൻസ്ഫറിങ് ദ ഓണർഷിപ്പ് ഓഫ് ഡിബഞ്ചർ. ഈ ഡിബഞ്ചറിൻ്റെ ഓണർഷിപ്പ് വൈക്ക് ട്രാൻസ്ഫർ ചെയ്യാതെ അതിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ് ഇൻകം വൈക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. ഇങ്ങനത്തെ കേസിൽ ഇൻ ദിസ് കേസ് ത്രൂ ഇൻട്രസ്റ്റ് വിൽ ബി റിസീവ്ഡ് ബൈ വൈ ബട്ട് ഇറ്റ് ഈസ് ടാക്സബിൾ ഇൻ ദ ഹാൻഡ്സ് ഓഫ് എക്സ്. ഇങ്ങനത്തെ സിറ്റുവേഷനിൽ വൈക്ക് ഈ ഇൻകം ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും എക്സ് ആണ് അതിന് ടാക്സ് പേ ചെയ്യേണ്ടത്. കാരണം ഇവിടെ ആ സെക്യൂരിറ്റീസ് എന്ത് ചെയ്തിട്ടില്ല, വൈക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടില്ല. ക്ലിയർ? അതൊരു കേസ്. അപ്പോൾ എന്താണ്, ട്രാൻസ്ഫർ ഓഫ് ഇൻകം മാത്രമേ ട്രാൻസ്ഫർ ചെയ്യുന്നുള്ളൂ, അസറ്റ് ട്രാൻസ്ഫർ ചെയ്തിട്ടില്ല. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആരാണോ അസറ്റിൻ്റെ നിലവിലുള്ള ഓണർ അയാളുടെ കയ്യിൽ നിന്ന് തന്നെയായിരിക്കും എന്തെടുക്കുക, ടാക്സ് പേയ്മെൻറ്റ് ചാർജ് ചെയ്യും. രണ്ടാമത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ടാമത്തെ സിറ്റുവേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ റിവോക്കബിൾ ട്രാൻസ്ഫർ ഓഫ് അസറ്റ് എന്നാണ് അതിൻ്റെ ആ ഒരു സിറ്റുവേഷൻ വരുന്നത്. ഓക്കെ. റിവോക്കബിൾ ട്രാൻസ്ഫർ ഓഫ് അസറ്റ് എന്നാണ് വരുന്നത്. പേജ് കുറച്ച് മാറിപ്പോയിട്ടുണ്ട്. നിങ്ങൾ ഈ ഒരു പേജ് എടുക്കുക. നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഒന്ന് ശ്രദ്ധയോട് കൂടി നോക്കാം കേട്ടോ. പേജസ് ഒന്ന് ഷഫിളായിപ്പോയതാണ്. ഓക്കെ. ഇപ്പോൾ രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ റിവോക്കബിൾ ട്രാൻസ്ഫർ ഓഫ് അസറ്റ് ആണ്. റിവോക്കബിൾ ട്രാൻസ്ഫർ ഓഫ് അസറ്റ് എന്ന് പറഞ്ഞാൽ ഇഫ് എനി പേഴ്സൺ ട്രാൻസ്ഫർ എനി അസറ്റ് ടു എനി അതർ പേഴ്സൺ ഇൻ സച്ച് ഫോം ആൻഡ് കണ്ടീഷൻ ദാറ്റ് സച്ച് ട്രാൻസ്ഫർ ഈസ് റിവോക്കബിൾ അറ്റ് എനി ടൈം ഡ്യൂറിംഗ് ദ ലൈഫ് ടൈം ഓഫ് ദ ട്രാൻസ്ഫറി, ദ ഇൻകം ഏൺഡ് ത്രൂ സച്ച് അസറ്റ് ഈസ് ചാർജബിൾ ടു ടാക്സ് ആസ് ദ ഇൻകം ഓഫ് ദ ട്രാൻസ്ഫറർ. ഫോർ എക്സാമ്പിൾ, എക്സ് ട്രാൻസ്ഫർ എ ഹൗസ് പ്രോപ്പർട്ടി ടു എ. എക്സ് ഒരു ഹൗസ് എന്ത് ചെയ്യാണ്, എക്ക് ട്രാൻസ്ഫർ ചെയ്യാണ്. ഹവർ എക്സ് ഹാസ് ദ റൈറ്റ് ടു റിവോക്ക് ദ ട്രാൻസ്ഫർ ഡ്യൂറിങ് ദ ലൈഫ് ടൈം ഓഫ് എ. എയുടെ ലൈഫ് ടൈമിൽ ഇത് റിവോക്ക് ചെയ്യാനുള്ള റൈറ്റ് എക്സിനുണ്ട്. ഇറ്റ് ഈസ് എ റിവോക്കബിൾ ട്രാൻസ്ഫർ ആൻഡ് ഇൻകം അറൈസിങ് ഫ്രം ദ ഹൗസ് പ്രോപ്പർട്ടി ഈസ് ടാക്സബിൾ ഇൻ ദ ഹാൻഡ്സ് ഓഫ് എക്സ്. അങ്ങനെ വരുന്ന കേസിൽ ആ ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്ന് അറൈവ് ആവുന്ന ഇൻകം എക്സിൻ്റെ ഇൻകം ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. അപ്പോൾ എക്സ് ആണ് അതിന് ടാക്സ് പേ ചെയ്യേണ്ടത്. മൂന്നാമത്തെ കേസ് റെമ്യൂണറേഷൻ ടു സ്പൗസ്. റെമ്യൂണറേഷൻ ടു സ്പൗസ് എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ ഈസ് ചാർജബിൾ ടു ടാക്സ് ഇൻ റെസ്പെക്ട് ഓഫ് എനി റെമ്യൂണറേഷൻ റിസീവ്ഡ് ബൈ ദ സ്പൗസ് ഫ്രം ദ കൺസേൺ ഇൻ വിച്ച് ദ ഇൻഡിവിജ്വൽ ഹാസ് സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ്. ദിസ് പ്രൊവിഷൻ ഹാസ് ആൻ എക്സംഷൻ if the remuneration received by the spouse by the application of technical or professional knowledge or experience clubbing provisions will not take place. ഒരു എക്സാമ്പിൾ നോക്കാം. എക്സിന് സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ട് എയുടെ മുകളിൽ എക്സിന് സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ട്. എ ലിമിറ്റഡിൽ എക്സിന് സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ട്. ആൻഡ് മിസ്സസ് എക്സ് is employed by A Limited.
മിസ്സസ് എക്സ് എന്ത് ചെയ്യുന്നുണ്ട്, ആ എ ലിമിറ്റഡിൽ ഒരു എംപ്ലോയി ആയിട്ട് വർക്ക് ചെയ്യുന്നു വിത്തൗട്ട് എനി ടെക്നിക്കൽ ഓർ പ്രൊഫഷണൽ ഒരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷനോ ടെക്നിക്കൽ ക്വാളിഫിക്കേഷനോ ഒന്നുമില്ല. ഇങ്ങനത്തെ കേസിൽ വരുന്ന സമയത്ത് ഇൻ ദിസ് കേസ് ദ സാലറി ഓഫ് മിസ്സസ് എക്സിൻ്റെ സാലറി എക്സിൻ്റെ ഇൻകം ആയിട്ട് പരിഗണിക്കുകയും അതിൽ നിന്ന് ടാക്സ് ചെയ്യുകയും ചെയ്യും. അതായത് ഒരു സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ട് എക്സിന് എ ലിമിറ്റഡിൽ. അപ്പോൾ അങ്ങനത്തെ വരുന്ന കേസിൽ എക്സിൻ്റെ വൈഫാണ് എ ലിമിറ്റഡിൽ ജോയിൻ ആവുന്നത്. അപ്പോൾ എക്സിൻ്റെ വൈഫിന് എന്ത് കിട്ടും, സാലറി കിട്ടും. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ ഈ സാലറി എക്സിൻ്റെ വരുമാനമായിട്ട് കൂട്ടുകയും അത് ടാക്സ് പേയ്മെൻറ്റിലേക്ക് വരവെക്കുകയും ചെയ്യും. ഈ രീതിയിൽ ഒരുപാട് സിറ്റുവേഷൻ പറയുന്നുണ്ട്. ഇൻകം ഫ്രം അസറ്റ് ട്രാൻസ്ഫർ ടു സ്പൗസ്, ഇതേപോലെ തന്നെ ഇൻകം എന്താണ്, അസറ്റിൽ നിന്ന് വരുന്ന ഇൻകം സ്പൗസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന കേസ്. ഇൻകം ഫ്രം അസറ്റ് ട്രാൻസ്ഫർ ടു സൺസ് വൈഫ്, സണ്ണിൻ്റെ വൈഫിലേക്ക് അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇൻകം ഫ്രം അസറ്റ് ട്രാൻസ്ഫർ ടു എ പേഴ്സൺ ഫോർ ദ ബെനിഫിറ്റ് ഓഫ് സ്പൗസ് ഓർ സൺസ് വൈഫിൻ്റെ സ്പൗസിലേക്കോ അല്ലെങ്കിൽ സണ്ണിൻ്റെ വൈഫിലേക്കോ ബെനിഫിറ്റ് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് ആൻഡ് ഇൻകം ഓഫ് എ മൈനർ ചൈൽഡ്, ഇങ്ങനത്തെ കേസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇതൊക്കെയാണ് ഇങ്ങനത്തെ സിറ്റുവേഷനിലൊക്കെയാണ് ക്ലബിംഗ് എന്ന് പറയുന്ന ഒരു സിനാരിയോസ് സംഭവിക്കുന്നത്. ഇനി എന്താണ് സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് എന്ന് ചില ആളുകൾക്ക് ഡൗട്ട് ഉണ്ടാവും. ആൻഡ് ഇൻഡിവിജ്വൽ ഈസ് ഡീം ടു ബി ഹാവ് സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് എന്ന് പറയണമെങ്കിൽ if he beneficially holds equity shares carrying not less than 20% voting power in case of a company or is entitled not less than 20% of the profit in case of a certain concern other than a company at any time during the previous year. അതായത് ഒരാൾക്ക് ഒരു കമ്പനിയിൽ സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് പറയണമെങ്കിൽ 20% കുറയാത്ത രീതിയിലുള്ള വോട്ടിംഗ് റൈറ്റ് ഇക്വിറ്റി ഷെയർസ് അവിടെ ഹോൾഡ് ചെയ്യണം. അപ്പോൾ നേരത്തെ കേസിൽ എക്സിന് അങ്ങനെ ഒരു ഹോൾഡിംഗ് ഉണ്ട് അവിടെ. അതുകൊണ്ടാണ് എക്സിൻ്റെ വൈഫിന് കിട്ടുന്ന സാലറി എക്സിൻ്റെ വരുമാനമായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യും. ക്ലിയർ? അപ്പോൾ അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആയിട്ടൊന്ന് മനസ്സിലാക്കുക. പിന്നെ ഇതിൽ നമ്മൾ പരിഗണിക്കേണ്ട കുറച്ച് സ്പെഷ്യൽ പോയിന്റുകളുണ്ട്. ഒന്ന്, ഇഫ് എൻ ഇൻഡിവിജ്വൽ മേക്സ് എ ഗിഫ്റ്റ് ഇൻ ക്യാഷ് ഓർ ബൈ ചെക്ക് ടു ഹിസ് സ്പൗസ് ആൻഡ് ദാറ്റ് മണി ഈസ് യൂട്ടിലൈസ്ഡ് ബൈ ദ സ്പൗസ് ഫോർ ദ പർച്ചേസ് ഓഫ് എൻ അസെറ്റ്, the income earned by the spouse from that asset will not be clubbed in the income of the individual. അതായത് ചില സിറ്റുവേഷനിൽ നമുക്കത് ക്ലബ്ബ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അതെന്താണെന്ന് വെച്ചാൽ ഒരു ഇൻഡിവിജ്വൽ ഒരു ഗിഫ്റ്റ്, ഇഫ് എൻ ഇൻഡിവിജ്വൽ മേക്സ് എ ഗിഫ്റ്റ് ഇൻ ക്യാഷ് ഓർ ബൈ ചെക്ക് ടു ഹിസ് സ്പൗസ്, ഒരു ഹസ്ബൻഡ് ഒരു വൈഫിന് അല്ലെങ്കിൽ വൈഫ് ഒരു ഹസ്ബൻഡിന് എന്ത് കൊടുക്കുകയാണ്, ഒരു ഗിഫ്റ്റ് കൊടുക്കുകയാണ്. ആൻഡ് അവരത് ഉപയോഗിച്ചിട്ട് എന്താണ് ഒരു അസറ്റ് പർച്ചേസ് ചെയ്തു. അങ്ങനത്തെ കേസിൽ ദ ഇൻകം ഏൺഡ് ബൈ ദ സ്പൗസ് ഏൺ ചെയ്തിട്ടുള്ള ആ ഒരു ഇൻകം, ആ ഒരു വാല്യൂ, ഇൻകം ഫ്രം ദാറ്റ് അസറ്റ് വിൽ നോട്ട് ബി ക്ലബ്ഡ്. അങ്ങനത്തെ സിറ്റുവേഷനിലൊന്നും ക്ലബ്ബ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഞാൻ വേറൊരു പോയിന്റ് നോക്കുകയാണെങ്കിൽ, ഇൻ ഓർഡർ ടു ഇൻവോക്ക് ക്ലബിംഗ് പ്രൊവിഷൻസ് ദെയർ മസ്റ്റ് ബി എ റിലേഷൻ ഓഫ് ഹസ്ബൻഡ് ആൻഡ് വൈഫ്. ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് വരുന്ന സിറ്റുവേഷനിലാണ് ഇത് നടത്താൻ വേണ്ടിയിട്ട് പറ്റുക. ദാറ്റ് മീൻസ് എ പേഴ്സൺ ട്രാൻസ്ഫർ അസറ്റ് ടു ഹിസ് വുഡ് ബി സ്പൗസ് ബിഫോർ മാരേജ്. ഇൻകം അറൈസിങ് ഫ്രം സച്ച് അസറ്റ് വിൽ നോട്ട് ബി ഇൻക്ലൂഡഡ് ഇൻ ദ ഇൻകം ഓഫ് ദ ട്രാൻസ്ഫർ. വുഡ് ബി സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ടല്ലോ, അതായത് ബിഫോർ മാരേജ്. അങ്ങനത്തെ സിറ്റുവേഷനൊന്നും ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട്, അതൊന്ന് മനസ്സിലാക്കുക. അങ്ങനെ കുറച്ച് പോയിന്റ്സ് പറയുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ക്ലബിംഗ് ആണ് പറഞ്ഞത്. ക്ലബിംഗ് പോലെ തന്നെ വേറൊരു കാര്യമാണ് അഗ്രിഗേഷൻ ഓഫ് ഇൻകം എന്ന് പറയുന്ന ഒരു ഐറ്റം ഉണ്ട്. അഗ്രിഗേഷൻ ഓഫ് ഇൻകം എന്ന് പറഞ്ഞാൽ ഇൻ സർട്ടൻ കേസസ് സം എമൗണ്ട്സ് ആർ ഡീംഡ് ആസ് എൻ ഇൻകം ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദ അസസി ത്രൂ ദേ ആർ ആക്ച്വലി നോട്ട് ഇൻ ദ നേച്ചർ ഓഫ് ഇൻകം. അതായത് ചില സിറ്റുവേഷനിൽ അസസിയുടെ കയ്യിലുള്ള ഇൻകം, അസസിയുടെ കയ്യിൽ ഇൻകം ഉണ്ടെന്ന് വെച്ചാൽ ഇൻകം ഉണ്ട്, പക്ഷേ അതെന്തല്ല ഒരു നേച്ചർ, ആക്ച്വലി നോട്ട് ഇൻ ദ നേച്ചർ ഓഫ് ഇൻകം. ആക്ച്വലി അത് ഒരു ഇൻകം നേച്ചറിൽ വരുന്ന കാര്യമല്ല. അതായത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്ന സെക്ഷൻസ് ഏതൊക്കെയാ വെച്ചാൽ സെക്ഷൻ 68, 69, 69A, 69B, 69C ആൻഡ് 69D. ഇത്രയും സെക്ഷൻസിലാണ് അതിനെക്കുറിച്ച് പറയുന്നത്. The assessing officer may require the assessee to furnish explanation in such cases. ഇങ്ങനത്തെ സിറ്റുവേഷൻ വരുന്ന സമയത്ത് അസസിങ് ഓഫീസർ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ ചോദിക്കും.
If the assessee does not offer any explanation or the explanation offered by the assessee is not satisfactory, the amount referred to in this section would be deemed to be the income of the assessee. Such amount have to be aggregated with the assessee's income. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ അസസിങ് ഓഫീസർ എക്സ്പ്ലനേഷൻ ചോദിക്കും. അങ്ങനെ ചോദിക്കുന്ന സമയത്ത് അസസിക്ക് എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പറ്റാത്ത സിറ്റുവേഷനോ അല്ലെങ്കിൽ അസസി കൊടുത്ത എക്സ്പ്ലനേഷൻ അസസിങ് ഓഫീസർക്ക് സാറ്റിസ്ഫാക്ടറി ആയിട്ട് തോന്നുന്ന സിറ്റുവേഷനോ വരികയാണെങ്കിൽ അങ്ങനെ ഇൻകത്തിൻ്റെ നേച്ചറിൽ വരുന്നില്ല എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഇൻകം ഇയാളുടെ ഇൻകം ആയിട്ട് തന്നെ പരിഗണിക്കുകയും ഇയാൾ അതിന് മുകളിൽ ടാക്സ് പേ ചെയ്യേണ്ടതായിട്ടുള്ള സിറ്റുവേഷനും വരും. ഓക്കെ, പിന്നെ കുറച്ച് ഐറ്റംസ് ആണ് ക്യാഷ് ക്രെഡിറ്റ്, അൺഎക്സ്പ്ലെയിൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്, അൺഎക്സ്പ്ലെയിൻഡ് മണി, amount of investment etc. not fully disclosed in the books of accounts, unexpected expenditure, amount borrowed or repaid on hundi, and set off or carry forward എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. സംഭവം വളരെ എളുപ്പമാണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ആദ്യം നമുക്ക് നോക്കാൻ പോകുന്ന ക്യാഷ് ക്രെഡിറ്റ്സ് ആണ്. സെക്ഷൻ 68 ക്യാഷ് ക്രെഡിറ്റ്സിനെ കുറിച്ചിട്ട് പറയുന്നത്. When any sum is found credited in the books of an assessee maintained for any previous year and the assessee offers no explanation about the nature and source of thereof, or the explanation offered by him is not in the opinion of the assessing officer satisfactory, the sum so credited by be charged in income tax as the income of the assessee that previous year. അതായത് ചില എമൗണ്ടുകൾ പ്രീവിയസ് ഇയറിൽ അസസിയുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്തതിന് പ്രോപ്പറായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ അസസിക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ക്രെഡിറ്റ് ചെയ്തിട്ടുള്ള എമൗണ്ടാണ്, പക്ഷേ അതിനൊരു പ്രോപ്പർ എക്സ്പ്ലനേഷൻ കൊടുക്കാൻ സാധിക്കാത്ത സിറ്റുവേഷനിൽ അസസിങ് ഓഫീസർക്ക് അത് സാറ്റിസ്ഫാക്ടറി ആയിട്ട് തോന്നുന്നില്ലെങ്കിൽ ആ എമൗണ്ട്, ആ ക്രെഡിറ്റ് ചെയ്ത സം ഉണ്ടല്ലോ, ആ ഒരു ക്യാഷ് ക്രെഡിറ്റ് അത് എന്ത് ചെയ്യും, ഇൻകം ടാക്സ് ആയിട്ട് ഇൻകം ടാക്സിൻ്റെ അണ്ടറിൽ ചാർജ് ചെയ്യുകയും അസസി പ്രീവിയസ് ഇയറിലെ ഇൻകം ആയിട്ട് അതിനെ പരിഗണിക്കുകയും അതിന് ടാക്സ് പേ ചെയ്യേണ്ടതായിട്ടും വരും. ഇതേപോലെ തന്നെ വരുന്നൊരു ഐറ്റമാണ് അൺഎക്സ്പ്ലെയിൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. അതായത് വേർ ദ ഫിനാൻഷ്യൽ ഇയർ ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിംഗ് ദ അസസ്മെൻറ്റ് ഇയർ ദ അസസി ഹാസ് മെയ്ഡ് ഇൻവെസ്റ്റ്മെൻറ്റ് വിച്ച് ആർ നോട്ട് റെക്കോർഡഡ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട് ഇഫ് എനി maintained by him for any source of income, and the assessee offers no explanation about the nature and source of the investment, or the explanation offered by him is not in the opinion of the assessing officer satisfactory, the value of investment may be deemed to be the income of the assessee of such financial year. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ റെലവൻറ്റ് പ്രീവിയസ് ഇയറിൽ ഈ അസസ്സിക്ക് ഹാസ് മെയ്ഡ് ഇൻവെസ്റ്റ്മെൻറ്റ്, അസസ്സിക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്, പക്ഷേ അത് ബുക്സ് ഓഫ് അക്കൗണ്ട്സിലൊന്നും തന്നെ റെക്കോർഡ് ചെയ്തിട്ടില്ല. അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ ഇതിൻ്റെ സോഴ്സ് ഓഫ് ഇൻകം എന്താണെന്ന് ഉള്ള ഒരു എക്സ്പ്ലനേഷൻ ചോദിക്കുന്ന സമയത്ത്, അസസ്സിങ് ഓഫീസർ ചോദിക്കുന്ന സമയത്ത് അത് എങ്ങനെ കിട്ടിയെന്നോ അതിൻ്റെ പ്രോപ്പർ എക്സ്പ്ലനേഷൻ കൊടുക്കാതിരിക്കുക, അല്ലെങ്കിൽ കൊടുത്ത എക്സ്പ്ലനേഷൻ അസസ്സിങ് ഓഫീസർക്ക് സാറ്റിസ്ഫാക്ടറി ആവാതിരിക്കുക, ഇങ്ങനത്തെ സിറ്റുവേഷനൊക്കെ വരുന്ന സമയത്ത് ആ ഒരു എമൗണ്ട് ഉണ്ടല്ലോ, ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട്, അത് ഇയാളുടെ ഇൻകം ആയിട്ട് പരിഗണിക്കുകയും അതിൻ്റെ മുകളിൽ ടാക്സ് പേ ചെയ്യേണ്ട സിറ്റുവേഷൻ ഉണ്ടാവുകയും വരും. വേറൊരു ഇതേപോലെ തന്നെയുള്ള ആയിട്ടാണ് അൺഎക്സ്പ്ലെയിൻഡ് മണി. Where in any financial year the assessee is found to be the owner of any money, bullion, jewellery or other valuable article in such money, bullion, jewellery or valuable article is not recorded in the books of account, if any maintained by him for any sources of income, and the assessee offers no explanation about the nature and sources of acquisition of that money, bullion, jewellery or other valuable article, or the explanation offered by him is not in the opinion of the assessing officer satisfactory, the money and the value of bullion, jewellery or any other valuable article may be deemed to be the income of the assessee for such financial year. നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെ സെയിം റിപ്പീറ്റേഷൻ ആണ്. ഏതെങ്കിലും രീതിയിലുള്ള പണമോ സ്വർണമോ അല്ലെങ്കിൽ പലതരത്തിലുള്ള വാല്യുബിൾ ആയിട്ടുള്ള ആർട്ടിക്കിളോ അങ്ങനെ എന്തെങ്കിലും അസസ്സിയുടെ പേരിലുണ്ട്, പക്ഷെ അതൊന്നും റെക്കോർഡ് ചെയ്തിട്ടില്ല. അങ്ങനത്തെ സിറ്റുവേഷൻ വരുന്ന സമയത്ത് അസസ്സിങ് ഓഫീസർ അതിനെക്കുറിച്ച് ചോദിക്കും. അതിനുള്ള പ്രോപ്പർ എക്സ്പ്ലനേഷൻ ആര് കൊടുക്കണം? ഈ അസസ്സി കൊടുക്കണം. അങ്ങനെ കൊടുക്കാതിരിക്കുകയോ കൊടുത്തതിൽ അസസ്സിങ് ഓഫീസർ തൃപ്തനാവാതിരിക്കുകയോ ചെയ്യുന്ന സിറ്റുവേഷനിൽ ഈ പണം ഇയാളുടെ ഇൻകമായിട്ട് പരിഗണിക്കുകയും അതിന് ഇയാൾ അസസ്സി ടാക്സ് പേ ചെയ്യേണ്ടതായിട്ടും വരും. അങ്ങനത്തെ കുറച്ച് സിറ്റുവേഷൻസ് അവിടെ പറയുന്നുണ്ട്. കുറച്ച് സിറ്റുവേഷൻസ് മനസ്സിലാക്കി വയ്ക്കാം. അടുത്തത് പഠിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നതാണ് ദാറ്റ് ഈസ് സെറ്റ് ഓഫ് ഓർ ക്യാരി ഫോർവേഡ് ആൻഡ് സെറ്റ് ഓഫ്.
അതായത് നമ്മളിത് നമ്മുടെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ, ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ഒക്കെ പഠിക്കുന്ന സമയത്ത് ജസ്റ്റ് ഇതിനെ കുറിച്ചിട്ടൊന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഏതെങ്കിലും ഒരു ഹെഡിൽ അപ്പോൾ നമുക്ക് ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് ഉണ്ടായെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്കത് വേണമെങ്കിൽ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനോ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനോ വെച്ചിട്ട് എന്ത് ചെയ്യാം, സെറ്റ് ഓഫ് ചെയ്യാം. ആ ഒരു നഷ്ടം അവിടെ നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ സെറ്റ് ഓഫ് ഓഫ് ലോസ് ഫ്രം ദ സോഴ്സ് ഓഫ് എഗെയിൻസ്റ്റ് ഇൻകം ഫ്രം അനദർ സോഴ്സ് അണ്ടർ ദ സെയിം ഹെഡ് ഓഫ് ഇൻകം. സെയിം ഹെഡ് ഓഫ് ഇൻകം യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ ഹെഡിലുള്ള ലോസ് സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അതിനെയാണ് സെറ്റ് ഓഫ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ സേവ് ആസ് അതർവൈസ് പ്രൊവൈഡഡ് ഇൻ ദിസ് ആക്ട് വെയർ ദ നെറ്റ് റിസൾട്ട് ഓഫ് എനി അസസ്മെൻറ്റ് ഇയർ ഇൻ റെസ്പെക്ട് ഓഫ് എനി സോഴ്സ് ഫോളിംഗ് അണ്ടർ എനി ഹെഡ് ഓഫ് ഇൻകം other than capital gain is a loss, the assessee shall be entitled to have the amount of such loss set off against his income from any other source under the same head. നമുക്ക് സെയിം ഹെഡിലുള്ള ഇൻകം യൂസ് ചെയ്തിട്ട്, പ്രോഫിറ്റ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഗെയിൻ യൂസ് ചെയ്തിട്ട് ആ ഹെഡിൽ തന്നെയുള്ള ലോസിന് എന്ത് ചെയ്യാം, സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. എന്നാൽ ലോങ് ടേം ക്യാപിറ്റൽ ലോസ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ വെച്ചിട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല എന്ന് പറയാറുണ്ട്. ഓക്കെ, അതൊന്ന് ശ്രദ്ധിക്കുക. എന്നാൽ അതിന് ചില എക്സംഷൻ ജനറൽ റൂൾസ് പറയാറുണ്ട്, അതൊന്ന് ശ്രദ്ധയോടുകൂടി തന്നെ കേൾക്കാം. ചില എക്സംഷൻസ് ഉണ്ട്. ലോസ് ഫ്രം സ്പെക്കുലേഷൻ ബിസിനസ് കനോട്ട് ബി സെറ്റ് ഓഫ് എഗെയിൻസ്റ്റ് ഇൻകം ഫ്രം അതർ സോഴ്സ്. ഇൻകം ഫ്രം അതർ സോഴ്സിലെ ഗെയിൻ യൂസ് ചെയ്തിട്ട് സ്പെക്കുലേഷൻ ബിസിനസ്സിലെ ലോസിനെ സെറ്റ് ഓഫ് ചെയ്യാൻ സാധിക്കില്ല. ദിസ് ലോസ് ക്യാൻ ബി സെറ്റ് ഓഫ് ഓൺലി അഗെയിൻസ്റ്റ് ഇൻകം ഫ്രം അനദർ സോഴ്സ് സ്പെക്കുലേഷൻ ബിസിനസ്. സ്പെക്കുലേഷൻ ബിസിനസ്സിലെ ഗെയിൻ ഉപയോഗിച്ച് മാത്രമേ ഇത് സെറ്റ് ഓഫ് ചെയ്യാൻ പാടുള്ളൂ. 2, ലോസ് ഓഫ് സ്പെസിഫൈഡ് ബിസിനസ് കനോട്ട് ബി സെറ്റ് ഓഫ് അഗെയിൻസ്റ്റ് ദ ഇൻകം ഫ്രം അതർ സോഴ്സ്. സ്പെസിഫൈഡ് ബിസിനസ്സിലെ ലോസ് അതർ സോഴ്സിലെ ബെനിഫിറ്റ്സ് യൂസ് ചെയ്തിട്ട്, ഇൻകം യൂസ് ചെയ്തിട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. ആ ലോസ് സ്പെസിഫൈഡ് ബിസിനസ്സിലെ ഇൻകം യൂസ് ചെയ്തിട്ട് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. 3, ലോങ് ടേം ക്യാപിറ്റൽ ലോസ് കനോട്ട് ബി സെറ്റ് ഓഫ് അഗെയിൻ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ലോങ് ടേം ക്യാപിറ്റൽ ലോസ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ യൂസ് ചെയ്തിട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. ലോങ് ടേം ക്യാപിറ്റൽ ലോസ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ യൂസ് ചെയ്തിട്ട് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ആൻഡ് 4th, ലോസ് ഫ്രം ദ ആക്ടിവിറ്റി ഓഫ് ഓവനിങ് and maintaining race horses shall be set off against income from owning maintenance of race horse only. അതായത് റേസ് ഹോഴ്സ് റിലേറ്റ് ചെയ്തിട്ട് കിട്ടുന്ന എന്തെങ്കിലും ലോസ് ഉണ്ടെങ്കിൽ, ആക്ടിവിറ്റി ലോസ് ഉണ്ടെങ്കിൽ അത് റേസ് ഹോഴ്സിൽ തന്നെ ഇൻകം യൂസ് ചെയ്തിട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. അതർ ഇൻകം അണ്ടർ ദ ഹെഡ് ഓഫ് അതർ സോഴ്സ് വെച്ചിട്ടൊന്നും അത് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. അതൊന്ന് നല്ല രീതിയിൽ തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഇൻ്റർ ഹെഡ് അഡ്ജസ്റ്റ്മെൻറ്റ്. ഇൻ്റർ ഹെഡ് അഡ്ജസ്റ്റ്മെൻറ്റ് എന്നുള്ളത് മനസ്സിലാക്കുക. ലോസ് അണ്ടർ വൺ ഹെഡ് ഓഫ് ഇൻകം ക്യാൻ ബി അഡ്ജസ്റ്റഡ് ഓർ സെറ്റ് ഓഫ് എഗെയിൻസ്റ്റ് ഇൻകം അണ്ടർ അനദർ ഹെഡ്. നമുക്കിപ്പോൾ 5 ഹെഡ് ഉണ്ടല്ലോ, അപ്പോൾ ഒരു ഹെഡിലെ ലോസ് വേറൊരു ഹെഡിലെ ലോസുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതിനാണ് ഇൻ്റർ ഹെഡ് അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അതൊന്ന് നല്ല രീതിയിൽ തന്നെ മനസ്സിലാക്കുക. വേർ ദ നെറ്റ് റിസൾട്ട് ഓഫ് എ കമ്പ്യൂട്ടേഷൻ ഓഫ് അണ്ടർ എനി ഹെഡ് അതർ ദാൻ ക്യാപിറ്റൽ ഗെയിൻ ഇതിൽ കൂട്ടില്ല, ഇസ് എ ലോസ്. ഏതെങ്കിലും ഒരു ഹെഡിൽ ലോസ് ഉണ്ടെങ്കിൽ അസസി ക്യാൻ സെറ്റ് ഓഫ് സച്ച് ലോസ് അഗെയിൻസ്റ്റ് ഹിസ് ഇൻകം അസസബിൾ ഫോർ ദാറ്റ് അസസ്മെൻറ്റ് ഇയർ അണ്ടർ എനി അതർ ഹെഡ് ഇൻക്ലൂഡിങ് ക്യാപിറ്റൽ ഗെയിൻ. അങ്ങനെ എന്ത് ചെയ്യാം, മറ്റ് ഹെഡിലെ ഇൻകം യൂസ് ചെയ്തിട്ട് ആ ഒരു പെർട്ടിക്കുലർ ഹെഡിലെ ലോസ് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അതൊന്ന് നല്ല രീതിയിൽ തന്നെ പഠിച്ചു വയ്ക്കുക. പിന്നെ വരുന്ന ഒരു ഐറ്റമാണ് ക്യാരി ഫോർവേഡ് ആൻഡ് സെറ്റ് ഓഫ്. അതായത് ഈ വർഷത്തെ ഗെയിൻ യൂസ് ചെയ്തിട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് അടുത്ത വർഷത്തേക്ക് അതെന്ത് ചെയ്യാൻ പറ്റും, ക്യാരി ഫോർവേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അതിനാണ് ക്യാരി ഫോർവേഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം പറയുന്നത്. ക്യാരി ഫോർവേഡ് ചെയ്തിട്ട് സെറ്റ് ഓഫ് ചെയ്യാം. If it is not possible to set off the losses during the same assessment year in which they occurred, ഏത് അസസ്മെൻറ്റ് ഇയറിലാണ് അത് ഒക്കർ ചെയ്തിട്ടുള്ളത്, so much of loss as he has not been so set off out of the following losses can be carried forward for being set off against his income in the succeeding year providing the losses have been determined in the pursuance of the return filed by the assessee within the time allowed. And it is the same assessee who sustained the loss. അതായത് ചില കേസിൽ ഇപ്പോൾ ലോസ് അണ്ടർ ദ ഹെഡ് ഓഫ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി,
ഹൗസ് പ്രോപ്പർട്ടി റിലേറ്റഡ് ആയിട്ടുള്ള ഹെഡുമായിട്ട് ബന്ധപ്പെട്ട ലോസ്. ആൻഡ് ലോസ് ഓഫ് നോൺ സ്പെക്കുലേഷൻ ബിസിനസ് ഓഫ് പ്രൊഫഷൻ, ലോസ് ഓഫ് സ്പെക്കുലേഷൻ ബിസിനസ്, ലോസ് ഓഫ് സ്പെസിഫൈഡ് ബിസിനസ്, ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് ഓർ ലോങ് ടേം ക്യാപിറ്റൽ ലോസ്, ലോസ് ഫ്രം ആക്ടിവിറ്റി ഓഫ് ഓയിങ് ആൻഡ് മെയിൻറ്റെയിനിങ് റിസോഴ്സസ്. ഇങ്ങനത്തെ സിറ്റുവേഷനിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ക്യാരി ഫോർവേഡ് ചെയ്തിട്ട് നെക്സ്റ്റ് അസസിങ് പീരീഡ് ഉണ്ടാവുമല്ലോ, ആ സമയത്ത് അതെന്ത് ചെയ്യാൻ പറ്റും, അവിടുത്തെ ഗെയിൻ യൂസ് ചെയ്തിട്ട് അത് സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അതിനാണ് ക്യാരി ഫോർവേഡ് ആൻഡ് സെറ്റ് ഓഫ് എന്നുള്ള ഒരു ഓപ്ഷൻ അവിടെ പറയുന്നത്. ക്യാരി ഫോർവേഡ് ആൻഡ് സെറ്റ് ഓഫ് അത് സ്പെക്കുലേഷൻ ബിസിനസ്സിലുണ്ട്, നോൺ സ്പെക്കുലേഷൻ ബിസിനസ്സിലുണ്ട്, അതുപോലെ തന്നെ ക്യാപിറ്റൽ ഗെയിൻ ആ റിലേറ്റ് ചെയ്തിട്ടൊക്കെ അത് വരുന്നുണ്ട്. ഓക്കെ, അതൊന്ന് നോക്കി വയ്ക്കുന്നത് നന്നായിരിക്കും. സെറ്റ് ഓഫും ക്യാരി ഫോർവേഡ്, നിലവിലുള്ള നമ്മുടെ എന്തെങ്കിലും ലോസ് ഉണ്ടെങ്കിൽ നമുക്കത് അടുത്ത വർഷത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്തിട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ക്ലിയർ? നമുക്കിതിലൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. പ്രോബ്ലം ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത്. തിയറിയും പഠിക്കണം, എന്നാലും മനസ്സിലാക്കാം. The business income of an individual for the assessment year 2013-14 has been determined by the assessing officer at rupees 3,50,000. ഓക്കെ, അതായത് ബിസിനസ് ഇൻകം കിട്ടിയത് 3,50,000 ആണ്. ലേറ്റർ ഇറ്റ് ഈസ് ഫൗണ്ട് ദാറ്റ് ഹി ഹാസ് നോട്ട് കൺസിഡേർഡ് ദ ഫോളോയിങ് വൈൽ ഡിറ്റർമൈനിങ് ദ ഇൻകം. പിന്നീടാണ് മനസ്സിലായത് ചില കാര്യങ്ങൾ ഇൻകം ഡിറ്റർമൈൻ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒന്ന്, ഡിപ്രിസിയേഷൻ ഫോർ ദ കറണ്ട് ഇയർ 12,000, അൺഅബ്സോർബ്ഡ് ഡിപ്രിസിയേഷൻ ക്യാരി ഫോർവേഡ് 15,000, അൺഅബ്സോർബ്ഡ് ബിസിനസ് ലോസ് ക്യാരി ഫോർവേഡ് അസസ്മെൻറ്റ് ഇയർ 2011-12 3,000. ഇത്രയും കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ട്. നമ്മളോട് പറയുന്നത് അസസ്മെൻറ്റ് ഇയറിലെ ടോട്ടൽ ഇൻകം കണ്ടുപിടിക്കാനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു കോളം സെറ്റ് ചെയ്യുക. കമ്പ്യൂട്ടേഷൻ ഓഫ് ടോട്ടൽ ഇൻകം ഫോർ ദ അസസ്മെൻറ്റ് ഇയർ 2013-14 എഴുതുക. പെർട്ടിക്കുലേഴ്സ് എമൗണ്ട് എഴുതുക. അതിൽ ബിസിനസ് ഇൻകം ഡിറ്റർമൈൻ ബൈ ദ അസസിങ് ഓഫീസർ എത്രയാണ്, 3,50,000. അത് നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. 3,50,000 ആണ് അസസിങ് ഓഫീസർ ഡിറ്റർമൈൻ ചെയ്തത്. അതിൽ നിന്ന് കറണ്ട് ഇയേഴ്സ് ഡിപ്രിസിയേഷൻ എത്രയാണ്, 12,000 കുറയ്ക്കുക. അപ്പോൾ നമുക്ക് 3,38,000 കിട്ടും. അതിൽ നിന്ന് അൺഅബ്സോർബ്ഡ് ബിസിനസ് ലോസ് 2011-12 3,000 കുറയ്ക്കുക. അപ്പോൾ നമുക്ക് 3,35,000 കിട്ടും. അതിൽ നിന്ന് അൺഅബ്സോർബ്ഡ് ഡിപ്രിസിയേഷൻ കുറയ്ക്കുക 15,000. അപ്പോൾ കിട്ടുന്നതാണ് ടോട്ടൽ ഇൻകം 3,20,000 എന്ന് പറയുന്നത്. ക്ലിയർ? ഇതേപോലെയുള്ള വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ നോക്കാം. ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ ഓഫ് എ ട്രേഡർ കമ്പ്യൂട്ട് ദ ഗ്രോസ് ടോട്ടൽ ഇൻകം ഫോർ ദ അസസ്മെൻറ്റ് ഇയർ 2013-14. എന്തൊക്കെ തന്നിട്ടുണ്ട്? ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി 2,50,000, ബിസിനസ് ലോസ് 60,000, കറണ്ട് ഇയേഴ്സ് ഡിപ്രിസിയേഷൻ 10,000, ബിസിനസ് ലോസ് പ്രിസീഡിംഗ് ഇയേഴ്സ് 50,000, unabsorbed depreciation of preceding years 30,000, short term capital gain 40,000, long term capital gain 50,000. ഇത്രയും തന്നിട്ട് നമ്മളോട് പറയുന്നത് എന്താണ്? ഗ്രോസ് ടോട്ടൽ ഇൻകം കണ്ടുപിടിക്കാനാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എത്രയാണോ കിട്ടിയതെന്ന് വെച്ചാൽ അത് എഴുതുക. ഔട്ടർ കോളത്തിൽ 2,50,000. അതിൽ നിന്ന് ബിസിനസ് ലോസ് കുറയ്ക്കുക 60,000, കറണ്ട് ഡിപ്രിസിയേഷൻ കുറയ്ക്കുക 10,000, അൺഅബ്സോർബ്ഡ് ഡിപ്രിസിയേഷൻ കുറയ്ക്കുക. അങ്ങനെ 60ഉം 10ഉം 30ഉം ഇത് മൂന്നും കൂടി കുറയ്ക്കുക. അപ്പോൾ നമുക്ക് 1 lakh കുറയ്ക്കാനുണ്ട്. അപ്പോൾ 2,50,000 1 lakh കുറച്ച് 1,50,000. ക്ലിയർ? ആ ഒരു എമൗണ്ട് അവിടെ എഴുതി വയ്ക്കും. എന്നിട്ട് അതിൻ്റെ കൂടെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട്. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എത്രയാണ്? 50,000. ദെൻ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട് 40,000. ഓക്കെ, അപ്പോൾ ആ രണ്ട് എമൗണ്ടും കൂടി എഴുതാം. രണ്ടും കൂടി 50,000ഉം 40,000. അപ്പോൾ 50,000 ലോങ് ടേം ക്യാപിറ്റൽ ഗെയിന്ന് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ നമ്മൾ എന്ത് ചെയ്യാം? ലെസ് ചെയ്യാം. 40,000 മൈനസ് 50,000 മൈനസ് 40,000 10,000. എന്നിട്ട് 1,50,000 കൂടെ ഈ 10,000 കൂടി ആഡ് ചെയ്യാം. ദാറ്റ് ഈസ് 1,60,000 ആണ് ഗ്രോസ് ടോട്ടൽ ഇൻകം ആയിട്ട് വരും. ക്ലിയർ അല്ലേ? അപ്പോൾ നല്ല രീതിയിൽ തന്നെ ചെയ്ത് തന്നെ പഠിക്കണം. എന്നാലേ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും ഉള്ള ഒരു അറിവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്താണ് ക്ലബിംഗ് നടക്കുന്ന സിറ്റുവേഷൻസ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ഏതൊക്കെ കാര്യങ്ങളാണ് അഗ്രിഗേഷൻ ഓഫ് ഇൻകത്തിൽ വരുന്നത്, ക്യാഷ് ക്രെഡിറ്റ്, അൺഎക്സ്പ്ലെയിൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്, അൺഎക്സ്പ്ലെയിൻഡ് മണി, നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ, അതുപോലെ സെറ്റ് ഓഫ്, ക്യാരി ഫോർവേഡ്, ഇതൊക്കെ ഒന്ന് നല്ലോണം നോക്കാം. നല്ല രീതിയിൽ തന്നെ മനസ്സിലാക്കുക, പഠിക്കുക, പരീക്ഷ എഴുതി ജയിക്കുക.